സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൽ മോർണിംഗ് നമ്പർ 1-ൽ RJ ഉണ്ണിയാണ് കൂടെയുള്ളത്. നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം, നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം, ഇത് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് കുറേ തട്ടിപ്പുകാർ നമ്മുടെ ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. ബാങ്കിൻ്റെ OTP, വൺ ടൈം പാസ്വേഡ്, അതുപോലെ ബാങ്ക് ATMൻ്റെ പിൻ നമ്പർ, ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞാലും പല ആളുകളും ഇപ്പോഴും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തട്ടിപ്പുകാർ കുറച്ചുകൂടി ഹൈടെക് ആയി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള കൃഷ്ണകാന്ത് എന്ന് പറയുന്ന ഒരു യുവാവിന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് അയച്ചിരിക്കുന്ന ഒരു ഫോറിൻ നമ്പറിൽ നിന്നാണ്. അതിലെ പ്രൊഫൈൽ പിക്ചർ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കസിൻ്റെ പിക്ചറാണ്. അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ സംസാരിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാളും വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയാണ്. ഇങ്ങോട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണകാന്തിന് ഒരു സംശയം തോന്നുകയും വിളിച്ചന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഈ പറയുന്ന പെർട്ടിക്കുലർ കസിൻ ഇങ്ങനെ ഒരു മെസ്സേജിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ല അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന കസിൻ്റെ ഡീറ്റെയിൽസ്, ഫോട്ടോസ് അടക്കമുള്ള ഡീറ്റെയിൽസ് ഈ തട്ടിപ്പുകാരന് കിട്ടിയിട്ടുണ്ട്. കൃഷ്ണകാന്തിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. കാര്യം നമ്മൾ ഓരോ ആൾക്കാരോടും ഓരോ രീതിയിലാണ് സംസാരിക്കുക. പല ആളുകളുടെയും മെസ്സേജ് അയക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ മലയാളത്തിൽ കൃഷ്ണകാന്ത് അയച്ച അതിൻ്റെ സ്ക്രീൻഷോട്ട് കൃഷ്ണകാന്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. മലയാളത്തിൽ കൃഷ്ണകാന്ത് അയച്ച മെസ്സേജിന് അയാൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ നമ്പേഴ്സും ഡീറ്റെയിൽസും ഒക്കെ ചോർന്നിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും അത് തട്ടിപ്പുകാരനിലേക്ക് എത്തിയിട്ടുണ്ടാവുക? അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് സംഘടിപ്പിച്ചതായിരിക്കാം എന്ന് കൃഷ്ണകാന്ത് ഒരു സാധ്യത പറഞ്ഞു. വേറെയും സാധ്യതകളുണ്ട്. പറയാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദാണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് മാൽവെയർസ് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും, ഒരു ഫോണിന്റെ കോൺടാക്ട്സും ബാക്കിയുള്ള കാര്യങ്ങളും, ഈവൻ വാട്സപ്പ് വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പബ്ലിക് പോർട്ടുകളിൽ നമ്മൾ ഫോണ് ചാർജ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഫോണിലോട്ട് ഒരു ആക്സസ് കൊടുക്കാനോ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടെന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അതായത് മെട്രോയിൽ പോയപ്പോൾ ഒരാൾക്ക് റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. അയാളുടെ ഫോണിൽ നെറ്റ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ടെതർ ചെയ്ത് കൊടുത്തു. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഈവൻ ടെതർ ചെയ്ത് കൊടുത്താൽ വരെ നമുക്ക് IP അഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനുള്ള ആപ്പുകളും ബാക്കി കാര്യങ്ങളും എല്ലാം ഇപ്പം അവൈലബിൾ ആണ്. ഒരിക്കലും നമ്മുടെ ഈവൻ നെറ്റ് വരെ ടെതർ ചെയ്ത് കൊടുക്കാതിരിക്കുക. നമ്മുടെ ഫോണിലോട്ട് ഒരു ആക്സസും കൊടുക്കാതിരിക്കുക. അങ്ങനെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് വാട്സാപ്പ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. പക്ഷെ അവിടെ എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ, നമ്മളൊരു പബ്ലിക് പോർട്ടൽ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരുപാട് കമ്പനികളുടെ, മൊബൈൽ കമ്പനികളുടെയൊക്കെ ചാർജിങ് സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടില്ലേ? അവിടെ നിന്ന് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൻ്റെ അകത്തുള്ള ഡാറ്റ, ആൾക്കാരുടെ ഫോൺ നമ്പേഴ്സും ഫോട്ടോസും ഒക്കെ കോപ്പി ചെയ്യുക? അതെങ്ങനെ സാധിക്കും ഹാക്ക് ചെയ്യാൻ? ചാർജിങ് കേബിൾ അല്ലേ? അതിനുള്ള ഉത്തരം കേൾക്കാം ഇപ്പോഴല്ല, ഒരല്പസമയത്തിന് ശേഷം. സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൽ മോർണിംഗ് നമ്പർ 1-ൽ RJ ഉണ്ണിക്കൊപ്പം കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും.